ചാലക്കുടി സബ് ഇൻസ്പെക്ടർക്കെതിരെ ഭീഷണിയുമായി SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ചാലക്കുടി SI അഫ്സലിനെതിരെയാണ് നടു റോഡിൽ കൊലവിളി പ്രസംഗം നടത്തിയത്. SIയുടെ കൈയും കാലും തല്ലി ഒടിക്കുമെന്നായിരുന്നു ഹസൻ മുബാറക്കിന്റെ ഭീഷണി. പോലീസ് ജീപ്പ് അടിച്ചു തകർത്ത SFI നേതാവിനെ തൂക്കി അകത്തിട്ടതാണ് സഖാക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പിണറായി പോലീസിന്റെ ഒരു ഗതികേട് നോക്കണേ. ഈർക്കിലി നേതാക്കളെ വരെ ഭയക്കണം. കുട്ടികളോട് ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ രണ്ട് കൈയും കാലും തല്ലി ഒടിക്കും. വിയൂരിൽ കിടന്നാലും കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുരയിൽ കിടന്നാലും ഞങ്ങൾക്കത് പുല്ലാണ്. ഏതെങ്കിലും ജയിൽ കാണിച്ചോ ലാത്തി കാണിച്ചോ SFIയെ തടയാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹസൻ മുബാറക്ക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയായിരുന്നു ശനിയാഴ്ചത്തെ ഭീഷണി പ്രസംഗം. SI അഫ്സലിന്റെ ഗുണ്ടായിസം അവസാനിപ്പിക്കുക, പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി SFI പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ഈ പ്രകടനത്തിലാണ് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക് കൊലവിളി പ്രസംഗം നടത്തിയത്. സർക്കാർ ITIയിലെ തിരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ വെള്ളിയാഴ്ച DYFI പ്രവർത്തകർ പോലീസ് ജീപ്പ് അടിച്ച് തകർത്തിരുന്നു. ഹെൽമറ്റ് ധരിക്കാതെ ബൈക്കിൽ സഞ്ചരിച്ചതിന് പിഴയടപ്പിച്ചതിന്റെ പ്രതികാരമായാണ് പോലീസ് ജീപ്പ് അടിച്ച് തകർത്തതെന്നാണ് പോലീസ് പറയുന്നത്. ജീപ്പ് അടിച്ചു തകർത്ത DYFI പ്രവർത്തകൻ നിതിൻ പുല്ലനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ CPM ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലെത്തിയ സംഘം നിതിനെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുകയായിരുന്നു. ഇയാളെ ശനിയാഴ്ച പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജീപ്പ് അടിച്ചു തകർത്തതിനെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തിയിരുന്നു. ഇതാണ് SIക്കെതിരെ SFI നേതാവ് കൊലവിളി പ്രസംഗം നടത്താൻ കാരണമായിരിക്കുന്നത്. കേസിൽ ഒളിവിലായിരുന്ന DYFI നേതാവ് നിതിനെ കസ്റ്റഡിയിലെടുത്തതും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് SFI നീങ്ങാൻ കാരണമായിരിക്കുകയാണ്. ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് നിതിനെ പോലീസ് പിടികൂടിയത്. ഗവൺമെന്റ് ITI യൂണിയൻ തിരഞ്ഞെടുപ്പിലെ SFI വിജയത്തിന് പിന്നാലെയാണ് പോലീസ് ജീപ്പിന് മുകളിൽ ഇയാൾ കയറി നിന്ന് ചില്ലടിച്ച് തകർക്കുകയും ബോണറ്റിൽ കയറിയിരുന്ന് പോലീസുകാരെ പരസ്യമായി അസഭ്യം പറയുകയും ചെയ്തത്. നിതിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതാണ്. എന്നാൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് CPM പ്രവർത്തകർ ഇയാളെ ബലം പ്രയോഗിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്.